കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം. ചെറുപുഷ്പമൊഴികൾ. ലിസ്യുവിലെ വിശ ചെറുപുഷ്പത്തോടൊപ്പം 100 ദിനങ്ങൾ. 32ാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ചെറുപുഷ്പമൊഴി, സ്നേഹം മാത്രമാണ് ഞാൻ അഭിലഷിക്കുന്ന ഏക സമ്പത്ത്. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട ലിസ്യുവിലെ ഞങ്ങളുടെ കൊച്ചുറാണി, നീ പറഞ്ഞത് ഞങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയാണ്. സ്നേഹം മാത്രമാണ് നീ അഭിലഷിച്ചിരുന്ന ഏക സമ്പത്തെന്ന്. പുണ്യവതി, ലോകത്തിന് ഞങ്ങൾ വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാത്തിനെയും മറന്നു കളഞ്ഞുകൊണ്ട് ഈ സ്നേഹത്തിൽ ആഴപ്പെടുവാനായിട്ട്, നീ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെയും ഈശോയെയും സ്നേഹിക്കുവാനായിട്ട് നീ ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം വഴി ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന ഈ നന്മകൾ നമുക്ക് നമ്മുടെ നിയോഗം ഈ നിമിഷം ഒന്ന് പറയാം. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈശോയിൽ നിന്ന് ഞങ്ങൾക്കായി നീ വാങ്ങിത്തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം